ഞാനൊരു യാത്ര പോയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. കുറച്ച് ദൂരമുണ്ട്. ബസ്സിലാണ് പോയത്. ഹസ്ബൻഡുണ്ട്. അപ്പം കുഞ്ഞിനെ നോക്കിക്കോളും. അപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു ആവശ്യത്തിന് പോയതാണ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ബസ്സിന് ചാർജ് കൊടുത്തപ്പം ചില്ലറയില്ലായിരുന്നു. അപ്പോൾ 6 രൂപ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്ത് വാങ്ങി. അപ്പം ഞാൻ ഇറങ്ങുന്ന നേരത്ത് നോക്കിയപ്പോഴത്തേക്കും ബസ്സിൽ ഒരു 1 രൂപ നാണയം അവിടെ കിടപ്പുണ്ട് തറയിൽ. അപ്പം മഴയുണ്ട്. എല്ലാവരും അതിൻ്റെ മുകളിൽ ചവിട്ടി മൊത്തം അഴുക്കൊക്കെ പുരണ്ട് കിടക്കുകയാണ്. അപ്പം എനിക്ക് എടുക്കണമെന്ന് തോന്നി. പിന്നെ ഞാനോർത്ത് ഇത് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലെല്ലാം അഴുക്കാവും, അത് എടുക്കണ്ട എന്ന് കരുതി ഞാൻ എടുത്തില്ല. പിന്നീട് തിരിച്ചു വന്നപ്പോൾ ഞാനിത് പൈസ കൊടുത്തു. അപ്പം ചില്ലറ വേണം. ഞാനിങ്ങനെ നോക്കിയപ്പം ഒരു 6 രൂപ 6 രൂപ കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ 7 രൂപ കൊടുക്കണം. അങ്ങനെ ഒരു ഇതാണ് വന്നത്. അപ്പം ഞാൻ ഇങ്ങനെ 4 രൂപ കൊടുക്കണം. പക്ഷെ എൻ്റെ 3 രൂപയേ ഉള്ളൂ. അപ്പം ഞാൻ ആവുന്നത്ര അവിടെ എൻ്റെ ബാഗ് മുഴുവൻ അഴിച്ചു വെക്കുക. ഇഷ്ടംപോലെ എൻ്റെ ചില്ലറ ഞാൻ എപ്പോഴും കരുതുന്നതാണ്. ഒരു ടിന്നിലൊക്കെ ഇട്ട് വയ്ക്കും. പക്ഷേ എൻ്റെ കുഞ്ഞിന് ചില്ലറയെന്ന് പറയുന്ന ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് ഇവളെ പേടിച്ച് ഞാൻ എവിടേക്കോ മാറ്റി വെച്ചേക്കുവാണത്. അതുകൊണ്ടടക്കം ചിലതൊക്കെ അവളുടെ പേജിനകത്തിലൊക്കെ എവിടെയെങ്കിലും കാണും. അപ്പം പിന്നെ ഞാൻ അവളെ കാണാതെ എടുക്കാറില്ല. അതൊരു അപകടം പിടിച്ച കാര്യമാണല്ലോ. അപ്പം ഞാൻ 3 രൂപ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു 1 രൂപ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കണ്ടക്ടർ സാരമില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയാം മിക്കവാറും ഒരുപാട് പേരുടെ ഓരോ രൂപയും 2 രൂപയൊക്കെ കണ്ടക്ടർമാരെ കാണും. ഞാനും ഒരുപാട് 1 രൂപകൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്ത് അങ്ങേറ്റത്തായിരിക്കും പുള്ളിക്കാരൻ നിൽക്കുന്നത്. ചിലപ്പം തിരക്കൊക്കെ ആണെങ്കിൽ പുള്ളിക്ക് 1 രൂപയ്ക്ക് വരാൻ, അല്ലെങ്കിൽ ഇപ്പോൾ 1 തന്നില്ല 2 തന്നു കഴിഞ്ഞാൽ 1 ഇങ്ങോട്ട് തരുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളോർക്ക് പോട്ടെ. പിന്നെ ഞാൻ ചില സമയത്ത് വിചാരിക്കും അവരൊരുപാട് കഷ്ടപ്പെടുന്ന ഒരു ജോലി തന്നെയല്ലേ. അപ്പോൾ 1 രൂപയൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഒരു ചായ കുടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല കാര്യം ആയിക്കോട്ടെ എന്നൊക്കെ പറയും. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ 1 രൂപ സെസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ എത്രയോ രൂപ കളയുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം എനിക്കൊരു സംശയം കൊടുക്കേണ്ടി വരും. ഞാൻ ഇഷ്ടംപോലെ തോക്കുന്നുണ്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പം ഞാൻ പിന്നെ എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് മുമ്പ് എന്നെ പാസ് ചെയ്ത് കണ്ടക്ടർ പോയപ്പോൾ ഞങ്ങൾ സാർ 1 രൂപ ഇല്ല കേട്ടോ. അപ്പം പറഞ്ഞാൽ അങ്ങോട്ട് തരാനാണ്. നമ്മൾ നല്ല അങ്ങോട്ടാണ് തരാനുള്ളത്, എൻ്റെ ഇല്ല 1 രൂപ എന്ന് പറഞ്ഞു. സാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല മനുഷ്യർ. ചിലരെന്ത് ചെയ്യും, ഒന്ന് നോക്കി അറിയാൻ കയ്യിലുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആ 1 രൂപ അവർക്ക് കിട്ടത്തക്ക രീതിയിൽ ചില്ലറയൊക്കെ ആക്കി നമുക്ക് എങ്ങനെയെങ്കിലും തരുമത്. പക്ഷേ ഈ മനുഷ്യനെന്ത് അതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് അങ്ങനെയും ഇപ്പം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ബാക്കി തരത്തില്ല. പക്ഷേ ഇപ്പോൾ എന്താണ് തിരിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനൊരു കടവെന്നുള്ള രീതിയിലായി. ഞാൻ ഓർത്തുകയും ചെയ്തത് അതൊക്കെ ഒരു സംഭവം തന്നെ. അപ്പം ഞാനിങ്ങനെ ബസ്സിലിരിക്കുകയാണ്. അപ്പോൾ ഒരു പിന്നെ ചേച്ചി എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. ആ ചേച്ചിയുടെ അപ്പുറത്ത് 3 പേരിരിക്കുന്ന സീറ്റ്. ആ ചേച്ചിയുടെ അപ്പുറത്ത് വേറൊരു പെങ്കൊച്ചു ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ചേച്ചി ഒരു വിശ്വാസിയാണ്. ഞാനൊന്നും പറയുന്നില്ല എൻ്റെ പേര്. അപ്പം ചേച്ചിയുടെ പേപ്പറുണ്ട്, ചെറിയ കുറച്ച് പേപ്പർ അടങ്ങിയ ഒരു കെട്ടാണത്, പത്രം പോലുള്ളതൊന്ന്. അപ്പോൾ ആ ചേച്ചി ഒരെണ്ണം ആ ചേച്ചി പോയ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് എനിക്ക് ഒരെണ്ണം എനിക്ക് നീട്ടി. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കറിയാം, കേട്ടിട്ടുണ്ട്. അപ്പം ഞാനത് വാങ്ങി. അപ്പം ആ ചേച്ചി ഒരെണ്ണം എടുത്ത് തൊട്ടപ്പുറത്തിരുന്ന കൊച്ചിൻ്റെ കൊടുത്തു. അപ്പോൾ ആ കൊച്ചിന് വേണ്ടെന്ന് പറഞ്ഞു, വാങ്ങിച്ചില്ല, കൈ കാണിച്ചു വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി തിരിച്ചതെടുത്ത് വെച്ചു. അപ്പം ഞാനടുത്ത് നോക്കിയപ്പം വില 5 കിടക്കും. അപ്പം ഞാൻ ചോദിച്ചാൽ 5 രൂപ ഞാൻ തരാനാണോ എന്ന് ചോദിച്ചു. അപ്പം അല്ലല്ല, ഇത് ഞാൻ അവിടെ നിന്ന് വിലയ്ക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ എല്ലാവർക്കും വെറുതെ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ എനിക്കൊരു ഒരു ഫീൽ അപ്പം തോന്നിയെച്ചാൽ എല്ലാവരും ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി വേണ്ട എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പം നോ എന്ന് പറയുമ്പോൾ ആ
ആ കൊടുത്ത ആൾക്കൊരു വിഷമമാണ്. അല്ലെങ്കിൽ എന്താണ് അത് ആ കുട്ടി വാങ്ങിക്കാഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ എന്ത് വാങ്ങിക്കണം. പക്ഷെ നമ്മളടുക്ക് എന്തെല്ലാം കാര്യത്തിനുള്ള നോട്ടീസുകളൊക്കെ നമ്മുടെ കയ്യിൽ കൊണ്ട് തരുന്നുണ്ട്. നമ്മളത് വാങ്ങിക്കാറുണ്ട്. പലരും അതിൻ്റെ അടുത്ത് തന്നെ കളയുകയൊക്കെ ചെയ്യുമായിരിക്കും. എന്തുമായാലും അവരത് കൊടുത്തു, വാങ്ങിച്ചില്ല. അപ്പം അതിനെ നിന്ദിക്കുക ആണോ എനിക്കറിയില്ല. എനിക്കൊരു ഫീല് തോന്നി. അവരൊരുപാട് പ്രതീക്ഷയോടെ തന്നെയാണ്. നമുക്ക് അതിനെ വിശ്വാസം ഇല്ലെങ്കിലും ഒക്കെ വിശ്വാസമില്ല. പക്ഷെ ഞാൻ ആ പേപ്പർ കൊണ്ടുവന്ന് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതാണ് ഓരോരുത്തരുടെയും വിശ്വാസവും അവിശ്വാസവും. ചിലർക്ക് എൻ്റെ വിശ്വാസമാണ് വലുത്, മറ്റൊരാളുടെ വിശ്വാസം ചെറുതാണ്, അല്ലെങ്കിൽ ദൈവങ്ങൾ അതല്ല ഇതാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ കാണും. ആ പെൺകുട്ടി അധികം പ്രായമൊന്നുള്ള പെൺകുട്ടിയല്ല, പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്നതായിരിക്കാം. പക്ഷെ ആ കുട്ടി വേണ്ട, ആ ഒരു സ്റ്റൈൽ കണ്ടപ്പോഴാണ് അത് വേണ്ട എന്ന്. അപ്പോൾ അതിങ്ങനെ ഞാനിങ്ങനെ ഓർത്ത് അതെന്താണ് അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും വേണ്ടാത്തത് വേണ്ട എന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചതെന്ന് പറയാം അല്ലേ. നോ പറയേണ്ടടുത്ത് നോ എന്നുള്ളത്. പക്ഷെ എനിക്ക് ഇതിപ്പം ഏത് മതത്തിലുള്ള ആളുകളായാലും എൻ്റെ ഒരു നോട്ടീസ് ഒന്ന് ഞാൻ വാങ്ങിക്കും. അത് വേറെ എന്തെങ്കിലും സ്ഥാപനത്തിൽ അങ്ങനെയുള്ള എന്ത് കാര്യമാണ് നമ്മൾ നേരെ ഒന്ന് വെച്ച് നീട്ടുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ഞാനത് സ്വീകരിക്കും. ചിലപ്പോൾ നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള നോട്ടീസുകൾ വെച്ച് നീക്കും. ഞാൻ വാങ്ങിക്കാറുണ്ട് അല്ലേ. ആ നിൽക്കുന്ന ആൾക്കൊരു മനസ്സുണ്ടല്ലോ, ശരിയല്ലേ.